ഹായ് നമസ്കാരം, ഞാൻ ഡോക്ടർ നബ്ല. ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ ഫെമിലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡയറ്റിനെ കുറിച്ച് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതായത് എല്ലാവർക്കും അറിയുന്ന കീറ്റോ ഡയറ്റ് അല്ലെങ്കിൽ ലോ കാർബോഹൈഡ്രേറ്റ് ആൻഡ് ഹൈ ഫാറ്റ് ഡയറ്റ്. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും കീറ്റോ ഡയറ്റിനെ കുറിച്ച്. അതുപോലെ തന്നെ ഒരുപാട് പേര് അത് ഫോളോ ചെയ്തിട്ടും പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡയറ്റാണ് കീറ്റോ ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കീറ്റോ ഡയറ്റിൽ പ്രധാനമായിട്ടും നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ്, അതായത് നമ്മളുടെ നോർമൽ ഭക്ഷണത്തിൽ നമ്മൾ അരി ഭക്ഷണങ്ങളിലെല്ലാം തന്നെ കാർബോഹൈഡ്രേറ്റ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് നമ്മൾ വളരെയധികം കുറച്ചിട്ട് ധാരാളമായി നമ്മൾ ഫാറ്റ്, നമ്മുടെ ശരീരത്തിലോട്ട് ഫാറ്റിൻ്റെ അളവുള്ള ഭക്ഷണം നമ്മൾ കൂടുതലായി കഴിക്കുന്ന ഒരു ഡയറ്റാണ് കീറ്റോ ഡയറ്റ് എന്ന് പറയുന്നത്. നോർമലി നമ്മളുടെ ശരീരത്തിന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അടങ്ങിയിട്ടുള്ള കാർബോഹൈഡ്രേറ്റുള്ള ഗ്ലൂക്കോസ് ആണ് നമുക്ക് എനർജി നൽകുന്നത്. എന്നാൽ ഈ കീറ്റോ ഡയറ്റിൽ ശരിക്കും എന്താ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഫാറ്റ് അടങ്ങിയ ഫാറ്റുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പം അതിലുള്ള കൊഴുപ്പാണ് നമ്മുടെ ശരീരത്തിൽ ശരിക്കും എനർജി തരുന്നത്. അപ്പോൾ ഇത് എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ഫാറ്റുകൾ ബേൺ ആവാനും നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് വെയിറ്റ് ലോസ് അല്ലെങ്കിൽ മെലിയാനും ഒക്കെയുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പം നമ്മൾ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഈ കീറ്റോ ഡയറ്റിൽ കഴിക്കുന്നതെന്ന് നോക്കാം. അതായത് പ്രധാനമായിട്ടും നമ്മൾ നാച്ചുറൽ, അതായത് വെണ്ണ, അതുപോലെ തന്നെ പാലിൻ്റെ അളവ് വളരെ കുറച്ച് നമുക്ക് എടുക്കാൻ പാടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നെയ്യ്, വെളിച്ചെണ്ണ, ഒലീവ് ഓയിൽ, മീറ്റുകളിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് മട്ടൻ കഴിക്കാം, ബീഫ് കഴിക്കാം, ചിക്കൻ കഴിക്കാം. എന്നാൽ നമ്മൾ കഴിക്കേണ്ടാത്ത ഭക്ഷണങ്ങൾ ഏതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരി ഭക്ഷണങ്ങൾ. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ എല്ലാ നോർമൽ ചോറ് കഴിക്കാൻ പാടില്ല, ദോശ, നമ്മൾ അരി ഉപയോഗിച്ചുണ്ടാക്കുന്ന എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും നമ്മൾ ഒഴിവാക്കണം. ചപ്പാത്തി, അങ്ങനത്തെ എല്ലാ ഭക്ഷണങ്ങളും നമ്മൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ നമ്മൾ കിഴങ്ങ് വർഗ്ഗങ്ങൾ, അതായത് നമ്മുടെ മണ്ണിൻ്റെ അടിയിലുള്ള ഭക്ഷണങ്ങളാണ് പ്രധാനമായിട്ടുള്ള കിഴങ്ങ് പദാർത്ഥങ്ങൾ. അതായത് കപ്പ, ഉരുളക്കിഴങ്ങ്, മധുരക്കിഴങ്ങ്, അങ്ങനത്തെ ആ മണ്ണിൻ്റെ അടിയിൽ ഉണ്ടാകുന്ന എല്ലാ ഭക്ഷണങ്ങളും നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ നന്നായിട്ട് മധുര പലഹാരങ്ങൾ, അതുപോലെ തന്നെ ബേക്കറി ഐറ്റംസ് ഒക്കെ നമ്മൾ ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ്. അപ്പം നമ്മൾ പിന്നെ അതുപോലെ തന്നെ ടിൻ ഫുഡുകൾ, നമ്മൾ സോഡ, കൂടുതൽ ഷുഗർ ആഡ് ചെയ്തിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ഡ്രിങ്ക്സുകൾ ഒക്കെ തന്നെ നമ്മൾ ഈ ഒരു ഡയറ്റിൽ സ്റ്റോപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റ് ഡയറ്റ് ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് വളരെയധികം വെയിറ്റ് ലോസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി ഈ കീറ്റോ ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ എന്തൊക്കെ ദോഷങ്ങളാണ് നമുക്ക് ഉണ്ടാകുന്നത് നോക്കാം. അപ്പം ഇത് ശരിക്കും നല്ലൊരു ഡയറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഓവർ വെയിറ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് വെയിറ്റ് കൂടുതലുള്ളത് കാരണം നമുക്ക് മറ്റ് പല അസുഖങ്ങളും, ചിലപ്പം ചില ആൾക്കാർക്ക് ജോയിൻറ്റ് പെയിൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ മുട്ടുവേദന ഉണ്ടായിരിക്കും, അങ്ങനത്തെ ഉള്ളവർക്കൊക്കെ പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവണം എന്നുള്ളതിൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റിയൊരു ഡയറ്റാണ് കീറ്റോ ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു 2 to 3 months, അതിൽ കൂടുതൽ നമ്മളത് ഫോളോ ചെയ്യാൻ പാടില്ല. നമ്മൾ ആ കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 2 to 3 നമ്മൾ വെയിറ്റ് ലോസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമൽ നമ്മളുടെ ഡയറ്റിലോട്ട് വരിക. നോർമൽ ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് വെജിറ്റബിൾസ് നന്നായിട്ട് കഴിക്കുക, ഒപ്പം നമ്മൾ അരിഭക്ഷണങ്ങൾ കുറച്ച്, അതായത് നമ്മൾ പണ്ട് കഴിച്ചതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചിട്ട് കുറച്ച് മാത്രം കഴിക്കുന്നതാണ് നോർമൽ ഡയറ്റ്. അതിലോട്ട് നമുക്ക് വരാവുന്നതാണ്. നമ്മൾ കണ്ടിന്യൂസ് ആയി നമ്മൾ ഈ ഒരു കീറ്റോ ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ ദോഷമായിട്ട് നമ്മുടെ ശരീരത്തിലോട്ട് എഫക്റ്റ് ചെയ്യും. അതിൽ പ്രധാന ഒന്നെന്ന് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാലം നമ്മൾ കണ്ടിന്യൂസ് ആയി ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അതായത് ആ ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഹൈ ഫാറ്റാണ് നമ്മുടെ ശരീരത്തിലോട്ട് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പലതരത്തിലുള്ള ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരാനും, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കൂടുതലായിട്ട് നമുക്കിതിൽ കാണാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ സ്ട്രോക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ കണ്ടുവരുന്ന ഒന്നാണ് ക്യാൻസറും ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. ഈ കീറ്റോ ഡയറ്റ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരുപാട് കാലം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ കഴിക്കുന്ന ഫുഡുകൾ പലതും ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള ഫുഡുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ക്രിയാറ്റിനിൻ്റെ ലെവൽ കൂടാനും അത് കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ നമ്മൾ കഴിക്കുന്ന പലതും ആൻറ്റി ഓക്സിഡൻസ് കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നുകൾ ചുളിവ് വരാനും അതുപോലെ തന്നെ പ്രായം തോന്നിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ കറക്റ്റായിട്ട് നമ്മൾ കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കീറ്റോസിസ് സംഭവിക്കാനും നമുക്ക് വെയിറ്റ് ലോസ് പെട്ടെന്ന് കാണാനുള്ള ചാൻസ് കൂടുതലാണ്.
പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന പല ഭക്ഷണങ്ങളും നമ്മൾക്ക് ആ ഒരു പ്രോപ്പറായിട്ടുള്ള ക്വാണ്ടിറ്റിയും അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള ആ ഒരു മെഷർമെൻറ്റ് വേണം നമ്മൾ കഴിക്കാൻ. ഒരുപാട് നമ്മളിത് നല്ല പ്രോട്ടീനാണ് നമ്മൾ കഴിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു ഫാറ്റ് ആയിട്ടുള്ള ഭക്ഷണമാണ് കഴിക്കുന്നതെന്ന് വെച്ചിട്ട് നമ്മൾ ഒരുപാട് ഹൈ ഫാറ്റ് ഉള്ളതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഒരുപാട് കഴിക്കാതെ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ആ ഒരു പെട്ടെന്ന് നമുക്കൊരു വെയിറ്റ് ലോസ് വേണമെന്നുള്ള ആൾക്കാർക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡയറ്റാണ് കീറ്റോ ഡയറ്റ്. പക്ഷേ അതൊരു 2 to 3 months നമ്മളത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് സ്റ്റോപ്പ് ചെയ്ത് നമ്മളുടെ നോർമൽ ഡയറ്റിലോട്ട് വരിക. അതായത് നോർമൽ ഡയറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരുപാട് നമ്മൾ പണ്ട് കഴിച്ച ഭക്ഷണങ്ങളല്ല, പകരം വെജിറ്റബിൾസ് കൂടുതൽ കഴിച്ചിട്ട് ചോറും ഒക്കെ നമ്മൾ കുറച്ച് കഴിക്കുന്ന ആ ഒരു ഡയറ്റിലോട്ട് നമുക്ക് വരാവുന്നതാണ്. പിന്നെ ഈ ഒരു ഡയറ്റിൻ്റെ ഒരു പ്രധാന ഒരു ഇത് കാണുന്നതെന്ന് പറഞ്ഞാൽ മോഷൻ നമുക്ക് വളരെയധികം കുറയും. കാരണം മിക്ക ആൾക്കാരും ഫാറ്റ് ഒരുപാട് കഴിക്കുമ്പോൾ വെജിറ്റബിൾസ് കുറയ്ക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് മോഷൻ പ്രോപ്പറായിട്ട് നടക്കില്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നല്ലോണം കഴിക്കുക. ഒപ്പം ധാരാളമായിട്ട് നമ്മൾ വെള്ളം കുടിക്കുക. വെജിറ്റബിൾസ് നമ്മൾ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുക. എല്ലാ വെജിറ്റബിൾസും റോ വെജിറ്റബിൾസ് ആണെങ്കിലും ഗ്രീൻ ലീഫ് വെജിറ്റബിൾസ് ആണെങ്കിലും നന്നായിട്ട് നമ്മളുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ ഫ്രൂട്ട്സ് നമ്മൾ അധികം ഈ ഒരു ഡയറ്റിൽ പ്രോപ്പറായിട്ട് നമ്മൾ പറയുന്നില്ല. ഓൺലി ഗുഡ് ഫാറ്റുള്ള നമ്മൾ ബട്ടർ, അതായത് അവോക്കാഡോ മാത്രമാണ് ഈ ഒരു ഡയറ്റിൽ കഴിക്കാൻ പറ്റുന്നത്. അതിൽ നാര് കുറവാണ്. പക്ഷെ നാരുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാലാണ് നമ്മളുടെ വയറിനും അതുപോലെ തന്നെ നമ്മുടെ മോഷനും ഒക്കെ പ്രോപ്പറായിട്ട് നടക്കുള്ളൂ. അപ്പോൾ ആ ഒരു സ്ഥിതിക്ക് നമുക്ക് വേണമെങ്കിൽ ലൈറ്റായിട്ടുള്ള നാരുകൾ അടങ്ങിയിട്ടുള്ള 1-2 ഫ്രൂട്ട്സ്, ഒരു ഫ്രൂട്ടൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. കാരണം അല്ലെങ്കിൽ നമുക്ക് പിന്നീട് അത് വേറെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ വെള്ളം ധാരാളമായി കുടിക്കുക. ഇനീഷ്യലി നമ്മൾ ഈ ഒരു ഡയറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തുടക്കത്തിൽ തന്നെ കണ്ടുവരുന്നൊരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് തലവേദന വരും, വയറുവേദന, വോമിറ്റിങ്, ഛർദ്ദിക്കാൻ വരുന്നത് പോലെ തോന്നും. ചിലർക്ക് ജോയിൻറ്റിലൊക്കെ പെയിന് വരാനുള്ള ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ചില ആൾക്കാർക്ക് ശരീരത്തിൽ കീറ്റോ റാഷ്, അതായത് സ്കിന്നിലൊക്കെ റെഡ് കളർ റാഷ് വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഒരു ഡയറ്റ് സ്റ്റോപ്പ് ചെയ്യാണ് വേണ്ടത്. അതേസമയം നമുക്ക് കീറ്റോ ഫ്ലൂ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ജോയിൻറ്റ് പെയിൻ അതുപോലെ തന്നെ വോമിറ്റിംഗ് അല്ലെങ്കിൽ തലവേദന അതൊക്കെ ഉണ്ടെങ്കിൽ ഒരു 2 weeks 2 ആഴ്ചൻ്റെ ഉള്ളിൽ അത് പതുക്കെ സ്റ്റോപ്പ് ആവുന്നതാണ്. ഒരിക്കലും കീറ്റോ ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കീറ്റോ ഡയറ്റും നാളെ നമ്മുടെ നോർമൽ ഡയറ്റ് അങ്ങനെ നമ്മൾ പോകുന്നത് നമ്മുടെ ശരീരത്തിന് അത്ര വലിയ നല്ലതല്ല. നമ്മൾ കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നോക്കിയിട്ട് നമ്മൾ ആ ഒരു 2 months നമ്മൾ കണ്ടിന്യൂസ് ആയി കൊണ്ടുപോകാൻ നോക്കുക. എന്നിട്ട് വെയിറ്റ് ലോസ് ഒക്കെ നമുക്ക് കറക്റ്റ് കിട്ടിയെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും തിരിച്ച് നമ്മളുടെ നോർമൽ ഡയറ്റിലേക്ക് വരാവുന്നതാണ്. പിന്നെ ഒരു കീറ്റോ ഡയറ്റിൻ്റെ ഒരു ദോഷം എന്ന് പറഞ്ഞാൽ ഇതൊരു എക്സ്പെൻസീവ് ഡയറ്റാണ്. അതായത് നമ്മൾക്ക് വേണ്ടിയിട്ട് ഹൈ ഫാറ്റ് ഉള്ള ഫുഡുകൾ നമ്മൾ വാങ്ങി പ്രിപ്പയർ ചെയ്ത് നമ്മൾക്കായിട്ടൊരു ഡയറ്റ് ചാർട്ട് ഉണ്ടാക്കി നമ്മൾ കഴിക്കുന്നൊരു പ്ലാനും കൂടി ആയത് കാരണം ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാന്നുള്ളത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. അതായത് മീറ്റ് ആണെങ്കിലും എല്ലാതും നമ്മൾ ആ ഒരു പോർഷൻ അല്ലെങ്കിൽ ബട്ടർ എല്ലാം നമ്മളെ സാധനങ്ങളും വാങ്ങി നമ്മളുടെ പ്രോപ്പർ ഫുഡ് ചാർട്ട് ചെയ്ത് കൊണ്ടുപോവുക. ഡെയിലി നമ്മൾ 3 നേരം കഴിക്കുന്നത് നമ്മൾ പ്രോപ്പറായി ശ്രദ്ധിച്ച് കൊണ്ടുപോകുക എന്നുള്ളത് കുറച്ചൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കൊണ്ടുപോകുന്നുള്ള പലർക്കും ബുദ്ധിമുട്ടുള്ളതാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് വെയിറ്റ് ലോസ് നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മൾ നോർമൽ ഡയറ്റ് നമ്മൾ ശ്രദ്ധിക്കുക. പോർഷൻസ് കുറച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മുടെ ശരീരത്തിന്. അപ്പോൾ കീറ്റോൺ ഡയറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഞാൻ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെക്കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.